ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായമാണ്. ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള ആ ഭാഗം. വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 10-ാം അധ്യായം നോക്കിയപ്പോൾ മനുഷ്യർ ഭൂമിയിൽ നിറയുന്നതാണ് കണ്ടത്, ദൈവം അവരോട് കൽപ്പിച്ച പോലെ. അതെ. എന്നാൽ 11-ാം അധ്യായം തുടങ്ങുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട്. അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ശ്രമിക്കുകയാണ്. കിഴക്ക് നിന്ന് യാത്ര ചെയ്ത് ഷിനാർ ദേശത്തെ ഒരു സമതലത്തിലെത്തുന്നു, അല്ലേ? അവിടെ അവർ താമസമുറപ്പിക്കുന്നു. എന്നിട്ട് ഒരു പുതിയ ടെക്നോളജി കണ്ടെത്തുകയാണ്. ഇഷ്ടിക ചുട്ടെടുക്കാൻ പഠിക്കുന്നു. പശമണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. കെട്ടിടം പണിയാനുള്ളൊരു വൈദഗ്ധ്യം അവർ നേടുന്നു. അതെ. ആ കഴിവ് വെച്ച് അവർക്കൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഒരു പട്ടണവും പിന്നെ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയണം. അവർ തന്നെ പറയുന്നുണ്ട്, ഭൂതലത്തിൽ ചിതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്കൊരു പേരുണ്ടാക്കുക. ശരിക്കും ദൈവത്തിന്റെ കൽപ്പന ഭൂമിയിൽ നിറയുക എന്നതായിരുന്നു. അതിന് വിപരീതമായി ഒരുമിച്ചുകൂടി സ്വന്തമായി ഒരു പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും അതൊരു അഹങ്കാരത്തിന്റെ പ്രോജക്റ്റായിരുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ശക്തിയിൽ, സ്വന്തം നിർമ്മിതികളിൽ ഒരു സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ശ്രമം. നമ്മുടെ പേര് വലുതാകണം. അതെ. അപ്പൊ ദൈവം ഇത് കാണുന്നുണ്ടാവുമല്ലോ, അവരുടെ ഈ കൂട്ടായ പദ്ധതിയും ഹൃദയത്തിലെ ഭാവവും. തീർച്ചയായും ദൈവം താഴെ ഇറങ്ങി വന്ന് അവരുടെ പ്രവൃത്തി കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം കോപത്തോടെ അവരെ നശിപ്പിക്കുകയല്ല ചെയ്തത്. അല്ല, പകരം എന്താണ് ചെയ്തത്? അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അവർക്ക് പരസ്പരം സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാതായി. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. അതോടെ ആ വലിയ കെട്ടിടം പണി നിന്നുപോയി. മാത്രമല്ല, അവർക്കവിടെ ഒരുമിച്ച് തുടരാൻ പറ്റാതായി. അങ്ങനെ അവർ ഭൂമിയിൽ പലയിടങ്ങളിലേക്കായി ചിതറിപ്പോയി. അപ്പൊ ഇതൊരു ശിക്ഷയായിട്ട് തോന്നാം, പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു കൃപയില്ലേ? ഉറപ്പായും. കാരണം അവരുടെ ആ സ്വാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് ദൈവം അവരെ തടഞ്ഞു. എന്നിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ, ഭൂമിയിൽ നിറയുക എന്ന ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതിയിലേക്ക് അവരെ തിരിച്ചുവിടുകയായിരുന്നു. മനുഷ്യന്റെ പദ്ധതികൾ ചിലപ്പോൾ ദൈവത്തിന്റെ വലിയ ഉദ്ദേശങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കും, പക്ഷെ ദൈവഹിതം നടക്കും. അതെ. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ ചിതറിക്കലിനു ശേഷം അധ്യായം പെട്ടെന്ന് ഫോക്കസ് മാറ്റുന്നുണ്ട്. ശരിയാണ്, ഷേമിന്റെ വംശാവലിയിലേക്ക് വരുന്നു. അതൊരു പ്രധാനപ്പെട്ട കണക്ഷനാണ്. കാരണം ആ വംശാവലിയിലൂടെയാണ് നമ്മൾ അബ്രാം എന്ന വ്യക്തിയിലേക്ക് എത്തുന്നത്. പിന്നെയോ, നീ ഭൂമിയിലെ സകല ജാതികൾക്കും ഒരനുഗ്രഹമായി തീരും. അതായത് ബാബേലിലെ വിഭജനത്തിനും ശാപത്തിനും ഒരു മരുമരുന്ന് ദൈവം അവിടെ ഒരുക്കുകയായിരുന്നു. കൃത്യമായി. ആ വാഗ്ദാനമാണ് പിന്നീട് യേശുക്രിസ്തുവിൽ പൂർത്തിയാവുന്നത്. അബ്രാമിന്റെ വംശത്തിൽ വന്ന യേശുവിലൂടെയാണ് സകല ജാതികളും ഒന്നായിത്തീരുന്നത്. അപ്പൊ ഇത് ഇന്ന് ജീവിക്കുന്ന നമുക്ക് എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു മുന്നറിയിപ്പുണ്ട്, അല്ലേ? ഉണ്ട്. നമ്മളും പലപ്പോഴും ദൈവത്തെ കൂടാതെ നമ്മുടെ സ്വന്തം ഗോപുരങ്ങൾ പണിയാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ പണമായിരിക്കാം, അധികാരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സുരക്ഷിതത്വങ്ങളാകാം. പക്ഷെ ദൈവമില്ലാതെ പണിയുന്നതൊന്നും നിലനിൽക്കില്ല. അത് ആശയക്കുഴപ്പത്തിലേക്കും ഒടുവിൽ തകർച്ചയിലേക്കുമാണ് എത്തുക. എന്നാൽ അതിനപ്പുറം ഒരു വലിയ വാഗ്ദാനവുമുണ്ട്. അതാണ് ദൈവകൃപ. ബാബേലിൽ ഭാഷകൾ ചിതറിയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പല ഭാഷ സംസാരിക്കുന്നവരൊരുമിച്ചുകൂടി. അവർക്ക് യേശുവിന്റെ സുവിശേഷം സ്വന്തം ഭാഷയിൽ കേൾക്കാൻ പറ്റി. അവർ ആത്മാവിൽ ഒന്നായി. ബാബേലിന്റെ നേരെ വിപരീതം, ചിതറിപ്പോയവരെ സുവിശേഷം ഒന്നിപ്പിച്ചു. അതെ. അപ്പോ ഈ അധ്യായം നമ്മളെ ഒരു ആത്മപരിശോധനയ്ക്ക് വിളിക്കുകയാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മുടെ പേരിനോ അതോ ദൈവത്തിന്റെ മഹത്വത്തിനോ? എവിടെയാണ് നമ്മുടെ യഥാർത്ഥ ആശ്രയം? ഈ ലോകത്തിൽ ഒരുപാട് ഭിന്നതകളും സ്വാർത്ഥതയുടെ മതിലുകളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ ഒന്നായിത്തീരാനും താഴ്മയോടെ ജീവിക്കാനും അതിരുകൾക്കപ്പുറം സ്നേഹം പങ്കുവയ്ക്കാനും. പിന്നെ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കാനുമാണ്, അല്ലേ? യേശു മാത്രമാണ് നമ്മുടെ ഉറപ്പുള്ള അടിസ്ഥാനം. അതെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 11-ലെ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ബാബേൽ ഗോപുരം പണിതവരുടെ ഹൃദയത്തിലെ അഹങ്കാരം ഞങ്ങളിലും പലപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സ്വന്തം പേരിനും മഹത്വത്തിനും വേണ്ടി ഞങ്ങൾ പണിയുന്ന ഗോപുരങ്ങളെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങേ കൂടാതെ സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെ തകർക്കുന്ന അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പദ്ധതികളെ ചിതറിച്ച് അങ്ങയുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നടത്തുന്ന കൃപയ്ക്കായി നന്ദി. കർത്താവേ, അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങളെ കഴുകി
വിനയത്തിന്റെ ആത്മാവിനെ നൽകണമേ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ അങ്ങയുടെ ഹിതം വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ഇപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്ന ഈ ലോകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തിലെ പോലെ അങ്ങയുടെ ആത്മാവ് വീശണമേ. യേശുവിന്റെ സുവിശേഷത്താൽ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ. ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും അങ്ങയുടെ സ്നേഹം എത്തിക്കാൻ, അങ്ങയുടെ സത്യം ധൈര്യത്തോടെ പറയാൻ, സ്വാർത്ഥതയുടെ ഗോപുരങ്ങൾക്കിടയിൽ അങ്ങയുടെ കൃപയുടെ വെളിച്ചം വീശാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി ജീവിക്കാനും അങ്ങയിൽ മാത്രം ഞങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ. സകല ഭാഷക്കാരും ഗോത്രങ്ങളും ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്ന ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുവരെ അങ്ങ് ഞങ്ങളെ അയക്കുന്നിടത്തെല്ലാം അങ്ങയുടെ സ്നേഹത്തിന്റെയും പ്രകാശത്തിന്റെയും സാക്ഷികളായി നിലനിൽക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ വിലാസമായ soulfulscriptureseveryday@gmail.com എന്നതിലേക്ക് അയക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന നല്ല സാക്ഷ്യങ്ങൾ ഈ പരിപാടിയിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച പുതിയൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.